ഞാൻ UDF സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ KSUവും സർക്കാരും തമ്മിൽ പോരെ എന്ന് നിങ്ങൾ വലിയ ടാഗ് ലൈനുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഞങ്ങളുടെ നിലപാട് പറയാനും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ഈ പാർട്ടി ഞങ്ങൾക്ക് അവകാശം തരുന്നുണ്ടെന്നേ. ഇതൊരു ജനാധിപത്യ ഞാൻ പറഞ്ഞല്ലോ, KPCC നേതൃത്വവും ഞാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. നേരിട്ട് കണ്ട് എന്താണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് KSUവിന്റെ പ്രയാസം, പ്രശ്നം, സങ്കടം ഇതെല്ലാം കേൾക്കാൻ തയ്യാറാണെന്ന് എന്റെ പാർട്ടി നേതൃത്വം എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ വിഷമതകൾ ഞാൻ, അല്ലെങ്കിൽ KSU പ്രവർത്തകർ നേരിടുന്ന വിഷമതകൾ ഞാൻ സ്വാഭാവികമായിട്ടും എന്റെ പാർട്ടി വേദിയിൽ ഞാൻ സംസാരിക്കും, പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ സംസാരിക്കും. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലേക്കുള്ള നിങ്ങൾക്കുള്ള ഒരു ടാഗ് ലൈനുകൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടായിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനല്ലേ? ഞാൻ ഒരു വിദ്യാർത്ഥി നേതാവല്ലേ? KSUവിന്റെ സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരാളല്ലേ? ഞങ്ങൾ എന്റെ ബോധ്യത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, എന്റെ സംഘടനയുടെ മുൻകാലഘട്ടത്തിലുള്ള പ്രവർത്തന ശൈലി ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതല്ലേ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം വിമർശനങ്ങളാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ വിമർശനങ്ങളിൽ എന്റെ നേതാവ് VD സതീശനാണ്. ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം എന്ന കാര്യത്തിൽ എന്റെ നേതാവ് VD സതീശനാണ്. അതിൽ എനിക്കൊരു അപമാനമോ അല്ലെങ്കിൽ എന്തൊരു കുറ്റബോധമോ ഇല്ല.